മഴക്കാലം തുടങ്ങുന്നതോടുകൂടി കുട്ടികൾക്ക് അസുഖങ്ങളുടെ ഘോഷയാത്രയായി. അതിൽ സ്ഥിരമായി കാണുന്ന ഒന്നാണ് തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് ആ പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. തക്കാളി പോലെ ചുവന്ന തടിച്ച കുരുക്കൾ കൈപ്പത്തിയിലും കാൽപാദത്തിലും ചുണ്ടിന് ചുറ്റും വരുന്നതിനെയാണ് നമ്മൾ മെയിനായിട്ട് തക്കാളിപ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന ചിത്രം. അത് പക്ഷേ എല്ലാ പ്രാവശ്യവും കുരുക്കൾ വരുന്നത് ചുവന്ന് തടിച്ച കുരുക്കൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വെള്ളം നിറഞ്ഞതോ അല്ലെങ്കിൽ ജലം നിറഞ്ഞ കുരുക്കൾ പോലെയോ വരാം. അതുപോലെ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നാണ് പേരെങ്കിലും അത് ചിലപ്പോൾ കൈമുട്ടിലും കാൽമുട്ടിലും ചന്തിയുടെ ഭാഗത്തൊക്കെ ഒരുപാട് കുരുക്കൾ കണ്ടേക്കാം. പനി ഇതിൽ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ഒരു സംഭവമല്ല. ചിലപ്പോൾ ഈ റാഷസ് തുടങ്ങുന്നതിനേക്കാൾ 1-2 ദിവസം മുമ്പ് ചെറുതായിട്ടൊന്ന് പനിച്ചേക്കാം എന്ന് മാത്രം. ഇതിന്റെ ഇമ്മീഡിയറ്റ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ 2 ദിവസത്തിൽ കാണുന്ന പനിയാണ്. അതിന് ചില പാരസ്റ്റമോൾ കൊടുക്കാം. പിന്നെ ഈ കുരുക്കൾ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും ഇറിറ്റേഷനും ചിലപ്പോൾ പെയിനൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതിന് നമുക്ക് മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ കലാമിൻ പുരട്ടി ഒന്ന് സൂതൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വായുടെ ഉള്ളിൽ കുരുക്കൾ ഒരുപാട് വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പാലാണ് ഉള്ളതിൽ കുഴപ്പമില്ലാതെ കഴിക്കുന്നത്. അതുപോലെ ലസ്സി, യോഗട്ട് അതുപോലുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾ കുടിച്ചേക്കാം. കുറച്ച് എരിവോ പുളിയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ബ്രസ്റ്റ് ഫീഡിങ് സമാധാനമായിട്ട് കുടിക്കുന്ന കുട്ടികളായിരിക്കും, അത് കണ്ടിന്യൂ ചെയ്യാം. ഫുഡിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, പക്ഷെ ഒന്നും ഫോഴ്സ് ചെയ്യാൻ നോക്കരുത്. എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ളത് കൊടുത്ത് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്താലും നമ്മൾ ഓക്കെയാണ്. വളരെ റെയറായിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്ത് IV ഫ്ലൂയിഡൊക്കെ ഇടേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷെ അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നീട് ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കയ്യിലും കാലിലും വരുന്ന ഈ കുരുക്കളുടെ പാട് മാറാൻ കുറച്ചധികം സമയമെടുക്കും. ഇത് വന്ന് മാറി 1-2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് നഖം പൊളിഞ്ഞ് പോയേക്കാം. അപ്പോൾ ഈ തക്കാളിപ്പനി കാണുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മിക്കവാറും കേസുകളിൽ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് തനിയെ മാറുന്നതാണ്. ഒരാഴ്ചത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആകേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നേക്കാം. താങ്ക് യു.